ഇടുക്കി അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അംഗൻവാടി ജീവനക്കാരുടെ അനാസ്ഥയാണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് ആരോപിച്ച് പ്രതിഷേധം ഉയരുന്നുണ്ട്. നന്ദുഷയാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. നന്ദുഷ, വലിയ ശ്രദ്ധ വേണ്ടതാണ്, പ്രത്യേകിച്ച് അംഗൻവാടികളിൽ. എങ്ങനെയാണ്, ഒരു തരത്തിലുള്ള സുരക്ഷയും ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് കുട്ടി താഴേക്ക് വീണത്? അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല, ആയമാരില്ലായിരുന്നോ? ആര്യ, ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അംഗനവാടിയുടെ പ്രവർത്തന സമയം ഏതാണ്ട് അവസാനിക്കാറായ സമയത്തായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ആ സമയം അംഗനവാടിയിൽ 4 കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 കുട്ടികളിൽ നിന്നും ഈ ആൻഡോ അനീഷ ദമ്പതികളുടെ മകളായിട്ടുള്ള മെറീന അംഗനവാടി കെട്ടിടത്തിന് പുറത്തേക്ക് ഇറക്കുകയും ആ ഗ്രില്ലിന് ഇടയിലൂടെ താഴേക്ക് വീഴുകയുമായിരുന്നു. താഴെ ഒരു പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കുഴിയിലേക്കാണ് കുട്ടി വീണത്. ഉടൻ തന്നെ അംഗനവാടിയിലെ അധ്യാപികയായിട്ടുള്ള പ്രീത കുട്ടിയെ രക്ഷിക്കാനായി ഓടിയെത്തുകയും ആ പാറക്കൂട്ടത്തിന് ഇടയിൽ കാൽപ്പെട്ട് പ്രീതയുടെ കാലിലും ചെറിയ പൊട്ടലേറ്റിട്ടുണ്ട്. ഏതായാലും കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്കും കഴുത്തിനുമാണ് കുട്ടിക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇത്തരം ഉയരത്തിലുള്ള ഒരു കെട്ടിടത്തിൽ അംഗനവാടി കെട്ടിടം പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ആ ഗ്രില്ല്, നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ ഗ്രില്ലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതുവരെ അപകടം സംഭവിക്കാതിരുന്നത് ഭാഗ്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം വളരെ പൊക്കം കുറഞ്ഞ, ഒട്ടും സുരക്ഷയില്ലാത്ത ഒരു കെട്ടിടത്തിലായിരുന്നു ഈ അംഗനവാടി കെട്ടിടം ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും അംഗനവാടി ജീവനക്കാരുടെ അനാസ്ഥയാണ് ഇത്തരം ഒരു അപകടത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കിയതെന്നാണ് കുട്ടിയുടെ ബന്ധുക്കളും മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്. ഇവരൊക്കെ അംഗനവാടി കെട്ടിടത്തിനുള്ളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആര്യ, നന്ദുഷ, ഈ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്, ചികിത്സയിലാണ്. കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് കുടുംബം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളതെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. നിലവിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുട്ടിയുടെ ആരോഗ്യനിലയെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു സ്വാഭാവികമായും ഒരു അംഗൻവാടിയാണ്, അപ്പം കുറേ കുട്ടികൾ ഉണ്ടാകും. അപ്പം അവരുടെയൊക്കെ രക്ഷിതാക്കൾ ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അംഗൻവാടിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ ഒരു അപകടത്തിന്റെ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ അനാസ്ഥയുണ്ട്. എത്ര വർഷമായി ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, നന്ദുഷ? കാലമായി അംഗനവാടി കെട്ടിടം ഇത്തരത്തിൽ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ആര്യ, നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തൊട്ട് താഴെ ഒരു ചെറിയ ചോലയൊക്കെ ഒഴുകുന്ന ഒരു പാറക്കൂട്ടമാണ്. ഈ പാറക്കൂട്ടത്തിനിടയിലേക്കാണ് കുട്ടി വീണത്. ഇന്നലെ വൈകുന്നേരം, അതായത് അംഗനവാടിയിൽ നിന്നും കുട്ടികളൊക്കെ പോയി തുടങ്ങിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതാണ് ജീവനക്കാരുടെ അശ്രദ്ധ എന്ന ഒരു ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്താൻ കാരണം. 4 കുട്ടികൾ മാത്രമായിരുന്നു ഈ അപകട സമയം അംഗനവാടിയിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നുമാണ് ഈ മെറീന എന്ന കുട്ടി അംഗനവാടി കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങുകയും, മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുകയും അതിന് മുന്നിൽ കാണുന്ന ആ ഗ്രില്ലിന് വശത്തൂടെ കുട്ടി താഴേക്ക് വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ അധ്യാപിക ഓടി എത്തിയെങ്കിലും കുട്ടി അപ്പോഴേക്കും പരിക്കേറ്റിരുന്നു. കുട്ടിക്ക് ആ പാറക്കൂട്ടത്തിന് ഇടയിലേക്ക് വീണതുകൊണ്ട് കുട്ടിയുടെ തലയ്ക്കും കഴുത്തിനുമാണ് പരിക്കേറ്റത്. ഒപ്പം നാട്ടുകാരും ഈ അംഗനവാടി അധ്യാപികയുടെ ബഹളം കേട്ട് നാട്ടുകാരും ഓടിയെത്തി കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി. അതിനുശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആര്യ.